സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വത്തിക്കാനിൽ ഏകീകൃത കുർബാന വിഷയം സംബന്ധിച്ച് മാർപ്പാപ്പയും സ്റ്റേറ്റ് സെക്രട്ടറിയും പൗരസ്ത്യ തിരുസംഘവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വാസികളോട് സഭയുടെ മീഡിയ ചാനലിലൂടെ വ്യക്തമാക്കാതിരിക്കുന്നത് വിശ്വാസികളോടുള്ള അവഗണനയല്ലേ? ഇപ്പോഴും തട്ടിൽ ഏകാധിപത്യ ശൈലി തുടരുകയാണോ? സ്ഥാനാരോഹണ ശേഷം വിശ്വാസികളുമായോ സഹമെത്രാന്മാരുമായോ കൂട്ടായ്മയും സഹകരണവും മാർ റാഫേൽ തട്ടിൽ മെത്രാനിൽ നിന്നും സീറോ മലബാർ വിശ്വാസികൾക്ക് ലഭിക്കുന്നില്ല. വിശ്വാസികളെ കാണാനോ അവരെ കേൾക്കാനോ പോലും കൂട്ടാക്കുന്നില്ല. സഭ മൃതമായി കിടക്കുമ്പോഴും 4 മാസം സുഖലോലുപതയിൽ തന്നെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സ്ഥാനത്തിന്റെ ധാർമ്മികതയെ തന്നെ തട്ടിൽ നഷ്ടപ്പെടുത്തി. താമരശ്ശേരിക്കാരൻ കാവിൽ പുരയിടമെന്ന സീറോ മലബാർ ചാൻസലറാണ് കാക്കനാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. സഭാ ആസ്ഥാനം വിമതശ്ശേരിയിലുള്ള വൈദികരെ കുത്തിനിറച്ച് ആർക്കും തിരുത്താനാകാത്ത വിധം താറുമാറാക്കി. എറണാകുളത്ത് റിട്ടയർ ചെയ്ത ബിഷപ്പ് ബോസ്കോയെ വെച്ച് കോമാളി കളിപ്പിച്ച് വിശ്വാസികളെ കബളിപ്പിച്ചു. എറണാകുളം അങ്കമാലി സഭാവിശ്വാസികളുടെ കുർബാന പ്രശ്നത്തിൽ പിന്നിൽ നിന്നും കുത്തിയത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫാദർ കാവിൽ പുരയിടം, ഫാദർ ജോജി കല്ലുങ്കൽ തുടങ്ങിയ വിമതരാണ്. മാർപ്പാപ്പയുടെ കൽപ്പനകളെ പൂഴ്ത്തിവെച്ച് ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കുന്നതിൽ സീറോ മലബാർ കൂരിയ നേതൃത്വം വൻ വീഴ്ച വരുത്തി. സീറോ മലബാർ സിനഡ് മൗനം പാലിച്ച് ഇത്തരം കൂത്താട്ടങ്ങൾക്ക് കൂട്ടുനിന്ന് സർക്കുലർ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു. കുർബാനയെ അവഹേളിച്ച വൈദികരെ പുറത്താക്കാതെ മാർപ്പാപ്പയുടെ കർശനമായ നിർദ്ദേശം പോലും അവഗണിച്ച മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മാർപ്പാപ്പയോടും വിശ്വാസികളോടും മാപ്പ് പറയണം. വിശുദ്ധ കുർബാന ആരാധനാക്രമ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സ്വയം ഭരണാധികാര സഭയായ സീറോ മലബാർ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ ആരാധനാക്രമ അധികാരങ്ങൾ മാർപ്പാപ്പയെ ഏൽപ്പിച്ച് സഭയെ രക്ഷിക്കുക. മാർപ്പാപ്പയുടെ കൽപ്പനകൾ നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എത്രയും വേഗം സ്ഥാനത്യാഗം ചെയ്യാൻ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തയ്യാറാകണം. പുഞ്ചിരിച്ചുകൊണ്ട് വിശ്വാസികളെ വഞ്ചിതരാക്കരുത്. സ്വരം നല്ലതല്ലെങ്കിൽ പാട്ട് നിർത്തുന്നതല്ലേ ഉചിതം?